Hi all. Today we are going to learn a play by Richard Brinsley Sheridan, The School for Scandal. ആദ്യം നമുക്ക് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡനെ കുറിച്ച് നോക്കാം. റിച്ചാർഡ് ബ്രിൻസ്ലി ബോട്ട്ലർ ഷെറിഡൻ എന്നാണ് ഒറിജിനൽ നെയിം. ബോൺ ഇൻ 1751 ആൻഡ് ഡൈഡ് ഇൻ 1816. ആംഗ്ലോ ഐറിഷ് പ്ലേ റൈറ്ററാണ്, റൈറ്റർ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി വിഗ്. അയർലൻഡാണ് ബേസ് ചെയ്ത ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു. ഓക്കെ, ഹി വാസ് ദ ഓണർ ഓഫ് തിയേറ്റർ റോയൽ ഡ്യൂറി ലൈൻ ഇൻ ലണ്ടൻ. ഡ്യൂറി ലൈൻ എന്ന് പറഞ്ഞ് തിയേറ്റർ റോയലിൻ്റെ ഓണറായിരുന്നു റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ. And he served as a treasurer of the Navy. Sheridan died in 1816. He died in poverty. 1816 പോവർട്ടി കാരണമാണ് മരണപ്പെട്ടത്. ആൻഡ് വാസ് ബറീഡ് അറ്റ് പോയ്റ്റ്സ് കോർണർ ഇൻ വെസ്റ്റ്മിനിസ്റ്റേഴ്സ് അബി. പോയ്റ്റ്സ് കോർണർ എന്നറിയപ്പെടുന്ന ഏരിയയിലാണ് ഷെറിഡനെ അടക്കിയത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പ്ലേ റൈറ്റ്സ് ആയാലും പോയ്റ്റ്സൊക്കെ കൂടുതൽ പേര് ബറി ചെയ്തിരിക്കുന്ന ഏരിയ ആണ് പോയ്റ്റ്സ് കോർണർ. ആൻഡ് ഇൻ 1825 the Irish writer Thomas Moore published a sympathetic 2-volume biography, Memoirs of the Life of Richard Brinsley Sheridan. ഷെറിഡൻ്റെ ബയോഗ്രഫി എഴുതിയത് തോമസ് മോർ ആയിരുന്നു. അതിൻ്റെ പേരാണ് മെമ്മോയേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ. And some of his important works are The Rivals, The Duenna, The School for Scandal, A Trip to Scarborough, The Camp, The Critic, St. Patrick Day. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഷെറിഡൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ഓക്കെ, നമുക്ക് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ പ്ലേയുടെ ഒരു ഓവർവ്യൂ നോക്കാം. ആൾസോ ഓൾനോ പ്ലേ റൈറ്റ് ഈസ് റിച്ചാർഡ് ഷേർലി ഷെറിഡൻ ആണ്. ആൻഡ് ജോണർ കോമഡി ഓഫ് മാനർ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സെൻറ്റിമെൻ്റൽ കോമഡി. സെൻറ്റിമെൻ്റൽ കോമഡി എന്ന് പറഞ്ഞാൽ ഒരു 18th century റൈറ്റിംഗ് സ്റ്റൈലാണ്. ആൻഡ് ഓൾസോ ഇതിൽ പ്രൊട്ടാഗണിസ്റ്റ് കുറേ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് സെൻറ്റിമെൻ്റൽ കോമഡി എഴുതുന്നത്. ആൻഡ് സ്കൂൾ ഫോർ സ്കാൻഡിൽ, ദ സ്കൂൾ ഫോർ സ്കാൻഡിൽ എന്ന് പറയുന്ന പ്ലേ ഒരു സെൻറ്റിമെൻ്റൽ കോമഡിയുടെ കാറ്റഗറിയിലും വരുന്നതാണ്. ഇറ്റ്സ് ഓൾസോ എ കോമഡി ഓഫ് മാനർ. ഓക്കെ, ആൻഡ് ഈ പ്ലേ ഈ പ്ലേ ആദ്യമായിട്ട് പ്ലേ ചെയ്തത് 1777 ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഓർ പ്രീമിയർഡ് ഇൻ ലണ്ടൻ തിയേറ്റർ റോയൽ ഡ്യൂറി ലൈൻ ഓൺ May 8, 1777. ലണ്ടൻ തിയേറ്റർ റോയലായ ഡ്യൂറി ലൈനിലാണ് ഈ പ്ലേ ഫസ്റ്റ് പെർഫോം ചെയ്തത്. ആൻഡ് ഡേറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, May 8, 1777. ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറി ലൈനിലാണ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന പ്ലേ ഫസ്റ്റ് പ്ലേ ചെയ്തത്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത ഇയർ 1780 ആണ്. ആൻഡ് ഇറ്റ്സ് എ 5-act പ്ലേ. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് സർഫസ്. ആൻഡ് ഗോണിസ് ലേഡീസ് ന്യൂവലും ജോസഫ് സർവസുമാണ്. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ലണ്ടൻ ആണ്, UK, 1700s. ഓക്കെ, the prologue was written by the actor David Garrick and it is spoken by Sir Peter Teasle. പ്രൊലോഗ് എഴുതിയിരിക്കുന്നത് ഡേവിഡ് ഗാരിക്കും ഈ പ്ലേയിൽ ഈ പ്രൊലോഗ് സ്പോക്കൺ ചെയ്തേക്കുന്നത് സർ പീറ്റർ ടീസിലുമാണ്. ദ എപ്പിലോഗ് റിട്ടൺ ബൈ ജോർജ് കോൾമാൻ ദ എൾഡർ, സ്പോക്കൺ ബൈ ലേഡി ടീസിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊലോഗ് എഴുതിയേക്കുന്നത് ജോർജ് കോൾമാൻ ദ എൾഡറും അത് ഈ പ്ലേയിൽ പറഞ്ഞിരിക്കുന്നത് ലേഡി ടീസിലുമാണ്. ഞാൻ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഈ പറഞ്ഞു പോകുന്നത്. സോ ഇഫ് യു വാണ്ട് സംതിങ് എക്സ്ട്രാ യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, നമുക്കിനി സ്കൂൾ ഫോർ സ്കാൻഡലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മരിയ എന്ന് പറഞ്ഞ ഒരു റിച്ച് ഹെയറസ് ആണ്, അതായത് ഒരുപാട് സ്വത്തിന് അവകാശിയാണ്. മരിയനെ ടേക്ക് കെയർ ചെയ്യുന്നത് പീറ്റർ ടീസിലാണ്. പിന്നെ ഈ ഒരു സ്റ്റോറി ഇറ്റ് ഗോസ് അറൗണ്ട് ഹെർ ക്യാരക്ടർ. മരിയയുടെ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്റ്റോറി പോകുന്നത്. അതായത് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സ്റ്റോറി സംഭവിക്കുന്നത് തന്നെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ്
ആൻഡ് മരിയ ലവ്സ് ചാൾസ്. മരിയ ചാൾസിനെയാണ് ലവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ലേഡി സ്നോവൽ. ലേഡി സ്നോവൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ ഡ്രാമയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി. ഈ ഡ്രാമയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരിയായ ക്യാരക്ടറാണ് ലേഡി സ്നോവൽ. ലേഡി സ്നോവലിന് ചാൾസിനെയാണ് ഇഷ്ടം. പക്ഷേ ചാൾസിനാണെങ്കിൽ അവരെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചാൾസിനെ കിട്ടുവാൻ വേണ്ടി തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുന്നതായിട്ടാണ് ഈ സ്റ്റോറി. ആൻഡ് ചാൾസിന് ഇഷ്ടം മരിയനെയാണ്. ലേഡി സ്നോവലിന് സ്നോവലിനെ ഇഷ്ടമില്ല. എന്നാൽ ലേഡി സ്നോവലിന് ചാൾസിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാൾസിനെ സ്വന്തമാക്കാനും മരിയയെ ചാൾസിൽ നിന്ന് അകറ്റാനുമായിട്ട് ഒരു കഥ ഉണ്ടാക്കുന്നു ലേഡി സ്നോവൽ. ഓക്കെ, ആ കഥയ്ക്ക് എല്ലാ സഹായങ്ങളും ലേഡി സ്നോവലിന് ചെയ്തു കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് സ്നേക്ക് എന്ന് പറയുന്നത്. സ്നേക്ക്. ഓക്കെ, സ്നേക്കാണ് ഈ ഒരു കള്ളക്കഥ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ലേഡി സ്നോവലിനെ സഹായിക്കുന്നത്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഈ ലേഡി സ്നോവലിൻ്റെ സെർവൻ്റാണ്. ഓക്കെ, ആൻഡ് മരിയയുടെ ഗാർഡായിട്ടുള്ള പീറ്റർ ടീസിലിന് സ്നേക്കാണെങ്കിൽ ഒരു ലെറ്റർ അയക്കുന്നു. മരിയയുടെ ഗാർഡിയനായ പീറ്റർ ടീസിലിന് സ്നേക്ക് ഒരു ലെറ്റർ അയക്കുന്നു. ലെറ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: നിങ്ങളുടെ വൈഫായ ലേഡി ടീസിലും ചാൾസ് സർഫസും തമ്മിൽ സ്നേഹത്തിലാണ്. ഇതുകൊണ്ട് നമ്മുടെ ലേഡി സ്നോവലിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാൾസ് സർഫസും മരിയയും തമ്മിൽ ഒരിക്കലും കല്യാണം നടക്കില്ല. ഓക്കെ, അതോടെ ലേഡി സ്നോവലിന് ചാൾസിനെ കല്യാണവും കഴിക്കാം. ആൻഡ് ലേഡി സ്നോവലും ജോസഫ് സർഫസും കൂടി ചേർന്നാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നത്. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് സ്നേക്ക്. ലേഡി സ്നോവലും ജോസഫ് സർഫസുമാണ് ഈ ഒരു ലെറ്ററിൻ്റെ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് സ്നേക്ക് എന്ന ക്യാരക്ടറാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ജോസഫ് സർഫസ് ആൻഡ് വൺ മോർ ഈസ് ദെയർ ചാൾസ് സർഫസ്. ഇവർ അറിയപ്പെടുന്നത് സർഫസ് ബ്രദേഴ്സ് എന്നാണ്. ഓക്കെ, ഇവർക്കൊരു അങ്കിളുണ്ട്, അതാണ് ഒലിവർ സർഫസ്. ഓക്കെ, ഒലിവർ സർഫസ് ഇവരുടെ ജോസഫ് സർഫസിൻ്റെയും ചാൾസ് സർഫസിൻ്റെയും അങ്കിളാണ് ഒലിവർ സർഫസ്. ഇവർ രണ്ടുപേരെയും അറിയപ്പെടുന്നത് സർഫസ് ബ്രദേഴ്സ് എന്നാണ്. സർഫസ് ബ്രദേഴ്സ്. ഓക്കെ, ആൻഡ് ഒലിവർ സർഫസിൻ്റെ പിൻഗാമികൾ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ബെഞ്ചമിൻ ബാക്ക്ബൈറ്റ്. ചാൾസ് സർഫസ്, ജോസഫ് സർഫസ് ആൻഡ് ബെഞ്ചമിൻ, ഇവർ 3 പേർക്കും മരിയനെ ഇഷ്ടമാണ്. പക്ഷേ മരിയയ്ക്കാണെങ്കിൽ ചാൾസിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഓക്കെ, ഇവർക്ക് 3 പേർക്കും മരിയനെ ഇഷ്ടമാണ്. പക്ഷേ ഈ 3 ക്യാരക്ടേഴ്സിന് മരിയനെ ഇഷ്ടമാണ്. പക്ഷേ മരിയയ്ക്ക് ആകെപ്പാടെ ഇഷ്ടം ചാൾസ് സർഫസിനെ മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സർ ഒലിവർ സർഫസ്. നമ്മൾ പറഞ്ഞു സർഫസ് ബ്രദേഴ്സിൻ്റെ അങ്കിളാണ് ഒലിവർ സർഫസ്. ഈ ഒരു സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രാമയിലാണെങ്കിൽ ഒലിവർ സർഫസ് 2 ക്യാരക്ടറായിട്ട് വേഷം മാറി വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞത് മിസ്റ്റർ പ്രീമിയം ആൻഡ് സ്റ്റാൻലി. മിസ്റ്റർ സ്റ്റാൻലി ആൻഡ് പ്രീമിയം, ഈ 2 വേഷത്തിൽ ഡിസ്ഗൈസസ് ആ സ്റ്റാൻലി ആൻഡ് പ്രീമിയം. ഒരു 2 വേഷത്തിൽ ഒലിവർ സർഫസ് ഈ ഒരു ഡ്രാമയിൽ വരുന്നുണ്ട്. ഒലിവർ സർഫസിൻ്റെ സ്വത്ത് ജോസഫ് സർഫസിനോ അല്ലെങ്കിൽ ചാൾസ് സർഫസിനോ ആയിരിക്കും കൊടുക്കുക. അന്നേരം ഇവരിൽ ആരാണ് നല്ലത് അവർക്കായിരിക്കും നമ്മുടെ ഒലിവർ സർഫസ് തൻ്റെ സ്വത്തുകൾ കൊടുക്കുക. അത് കണ്ടുപിടിക്കാൻ ഒലിവർ സർഫസ് കുറേ
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സോ ഇത് കണ്ടുപിടിക്കാൻ ഒലിവർ സർഫസ് 2 വേഷങ്ങളായി മാറിയാണ് വരുന്നത്. അതാണ് ഈ 2 പേരുടെ അടുത്തും സെപ്പറേറ്റ് വേഷത്തിലാണ് ഒലിവർ സർഫസ് പോകുന്നത്. ആ 2 ക്യാരക്ടറാണ്, ആ 2 വേഷങ്ങളാണ് സ്റ്റാൻലി എന്നും മിസ്റ്റർ സ്റ്റാൻലിയും മിസ്റ്റർ പ്രീമിയോ എന്നും പറഞ്ഞ വേഷങ്ങളും. ഓക്കെ, ക്യാരക്ടർ ഈസ് മിസ്റ്റർ ക്രാബ്ട്രീ. മിസ്റ്റർ ക്രാബ്ട്രീ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ ബാക്ക് ബൈറ്റിൻ്റെ അങ്കിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബെഞ്ചമിൻ ബാക്ക് ബൈറ്റ് ലവ്സ് മരിയ, പക്ഷേ മരിയ ഡസൻ ലൈക്ക് ഹിം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബെഞ്ചമിൻ ബാക്ക് ബൈറ്റിൻ്റെ അങ്കിൾ കാരണമാണ്, അതായത് മിസ്റ്റർ ക്രാബ്ട്രീ. ഓക്കെ, മറ്റുള്ളവരെ ഒരു കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്രാബ്ട്രീ എന്നൊരു വിശ്വാസം നമ്മുടെ മരിയയ്ക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്കറിയാം മരിയയ്ക്ക് ഇഷ്ടം ചാൾസിനെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു മരിയ ലവ്സ് ചാൾസ്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് സർ പീറ്റർ ടീസൽ. സർ പീറ്റർ ടീസൽ നമ്മൾ പറഞ്ഞു മരിയയുടെ ഗാർഡിയനാണ്. മരിയയുടെ ഗാർഡിയനും ഒലിവർ സർഫസിൻ്റെ ഫ്രണ്ടുമാണ് പീറ്റർ ടീസൽ. ആൻഡ് അനദർ ക്യാരക്ടർ ഈസ് ലേഡി ടീസൽ. ലേഡി ടീസൽ ആക്ച്വലി നമ്മുടെ പീറ്റർ ടീസലിൻ്റെ വൈഫാണ് ലേഡി ടീസൽ. ആൻഡ് പക്ഷേ ലേഡി ടീസൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രാമയിൽ, ഈ ഒരു സ്റ്റോറിയിൽ. ലേഡി ടീസൽ അട്രാക്റ്റഡ് ടു ജോസഫായിട്ട് ഒരു അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ലേഡി ടീസൽ. ഓക്കെ, പീറ്റർ ടീസൽ ലേഡി ടീസലിനെ വിവാഹം കഴിക്കാൻ ഒരു കാരണമുണ്ട്. പീറ്റർ ടീസൽ പീറ്റർ ടീസലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രാമത്തിൽ നിന്ന് നല്ലൊരു ലേഡിയെ വിവാഹം കഴിക്കണം. അതിനുവേണ്ടിയാണ് ലേഡി ടീസലിനെ കല്യാണം കഴിച്ചത്. ലേഡി ടീസൽ ഒരു വില്ലേജ് ഗേളായിരുന്നു. അന്നേരം ആ വില്ലേജ് ഗേളായ ഒരു പാവം പിടിച്ച കുട്ടീനെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് പീറ്റർ ടീസൽ ലേഡി ടീസലിനെ കല്യാണം കഴിക്കുന്നത്. ബട്ട് ലേഡി ടീസലിൻ്റെ ക്യാരക്ടറിന് ഈ ടൗണിലെത്തിയപ്പോൾ, കല്യാണം കഴിഞ്ഞ് ടൗണിലെത്തിയപ്പോൾ വളരെ ചേഞ്ച് വരുന്നു. ലേഡി ടീസൽ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അതിനായി ലേഡി ടീസലിന് ഒരാളെ കണ്ടെത്തണമായിരുന്നേ. അങ്ങനെ ലേഡി ടീസൽ കണ്ടെത്തിയ പേഴ്സൺ ആയിരുന്നു ജോസഫ് ബ്രദേഴ്സിലെ ജോസഫ് സർഫസിനെയാണ് ലേഡി ടീസൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് വേണ്ടി കണ്ടെത്തിയത്. ലേഡി ടീസലിന് ജോസഫ് സർഫസിനോട് അട്രാക്ഷൻ വരാനൊരു കാര്യമുണ്ട്. ഈ ജോസഫ് സർഫസ് ലേഡി ടീസലിനെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജോസഫ് സർഫസ് ഇങ്ങനെ ലേഡി ടീസലിനെ പുകഴ്ത്തി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പീറ്റർ ടീസലുണ്ടല്ലോ, അതായത് നമ്മുടെ ലേഡി ടീസലിൻ്റെ ഹസ്ബൻഡായ പീറ്റർ ടീസൽ മരിയയുടെ ഗാർഡിയനാണ്. അങ്ങനെ പീറ്ററിൻ്റെ വൈഫാണല്ലോ ലേഡി ടീസൽ. സോ ലേഡി ടീസലിനെ കൊണ്ട് ജോസഫ് സർഫസ് നല്ലവനാണ് പറയിപ്പിച്ചാൽ മരിയയെ കല്യാണം കഴിക്കുന്ന സമയമാകുമ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ ലേഡി ടീസൽ കാണും. അതുകൊണ്ടാണ് നമ്മുടെ ജോസഫ് സർഫസ് ഇങ്ങനെ ലേഡി ടീസലിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ജോസഫ് സർഫസ് അതിനാണ് നമ്മുടെ ലേഡി ടീസലിനോട് സ്നേഹം കാണിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് റൗളി സെർവൻറ്റ് ഓഫ് ചാൾസിൻ്റെ ഫാദറിൻ്റെ സെർവൻ്റാണ്. ഇതിൽ റൗളി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒലിവർ സർഫസിൻ്റെയും സെർവൻ്റാണ്. ഓക്കെ, ആൻഡ് ലേഡീസ് നിയവൽ നമ്മൾ പറഞ്ഞു. ലേഡീസ് നിയവലിൻ്റെ ക്യാരക്ടർ ഈ ഒരു ഡ്രാമയിലൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്നേക്ക്. ലേഡീസ് നിയവലിൻ്റെ പി ആണ്. നമ്മൾ പറഞ്ഞു മറ്റേ ലെറ്ററിൻ്റെ കോണ്ടൻറ്റ് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ലേഡീസ് നിയവലിനെയാണ് ജോസഫിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സ്നേക്ക് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോസസ് എന്ന് പറഞ്ഞാൽ ഒരു ജൂയിഷ് മണി ലെൻഡറാണ്. ഈ ഒരു ജൂയിഷ് മണി ലെൻഡറാണ് നമ്മുടെ ഈ ഒരു ഡ്രാമയിൽ. ഓക്കെ, ജൂയിഷ് മണി ലെൻഡർ. ആൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സെർവൻ്റ് ഓഫ് ചാൾസിൻ്റെ സെർവൻ്റ് ഓഫ് ചാൾസ് സർഫസിൻ്റെ
സെർവൻ്റ് ആണ്. ആൻഡ് കെയർലെസ്, ഇതും നമ്മുടെ ചാൾസിൻ്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ട് ഓഫ് ചാൾസ്. ഓക്കെ, അന്നേരം ഇതാണ് നമ്മുടെ സ്കൂൾ ഫോർ സ്കാൻഡലിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഒരു ഡീറ്റെയിൽഡ് ക്യാരക്ടർ സ്കെച്ച് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആക്ടിവിറ്റി സമ്മറിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഈ ഇതിൻ്റെ ആക്ടിവിറ്റി സമ്മറി നോക്കാം. ആക്ച്വലി ആക്ടിവിറ്റി സമ്മറി നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല, യു ഹാവ് ടു റീഡ് ദ ഫുൾ ടെസ്റ്റ്. ഓക്കെ, ഈ ആക്ട് 1 പറയുന്നത് തുടക്കം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഓൾ ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കൊടുത്തേക്കുന്നത്. ലേഡീസ് നേവലിലാണ് എല്ലാ ക്യാരക്ടറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ലേഡീസ് നേവലിൽ ഒരു ഡിസ്കഷൻ നടത്തുകയാണ് സ്നേക്ക് എന്ന ക്യാരക്ടറുമായിട്ട്. ഇവർ തമ്മിലിരുന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയാണ്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയാണ്. ഇവർ കുറ്റം പറയുന്നതിലൂടെ നമുക്ക് റീഡേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിനെ കൂടുതൽ മനസ്സിലാകുന്നത് കേട്ടോ. ഇവരുടെ ആ ഒരു ഡിസ്കഷൻ ടൈമിൽ ബാക്കിയുള്ളവരുടെ ഗോസിപ്സ് ഒക്കെ പറയുന്ന ടൈമിൽ ആണ് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാവുന്നത്. ലേഡീസ് നേവലിൽ സ്നേക്കിനോട് പറയുകയാണ്, നമുക്കൊരു റൂമർ ഉണ്ടാക്കാം. അതായത് പീറ്റർ ടീസിലിൻ്റെ വൈഫായ ലേഡി ടീസിലും ചാൾസും തമ്മിൽ സ്നേഹത്തിലാണെന്നും പറഞ്ഞ് ഒരു ലെറ്റർ സ്നേക്ക് പീറ്റർ ടീസിലിന് അയക്കണം. സ്നേക്ക് എന്ന ക്യാരക്ടർ പീറ്റർ ടീസിലിന് അയക്കണമെന്നും പറഞ്ഞ് ലേഡീസ് നേവലിൽ അവതരിപ്പിക്കുകയാണ്. അതിനായുള്ള റെമ്യൂണറേഷനും നമ്മുടെ ലേഡീസ് നേവലിൽ സ്നേക്കിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ സമയം ലേഡീസ് നേവലിൻ്റെ വീട്ടിലേക്ക് മരിയ, മെയിൻ ക്യാരക്ടറായ മരിയ വരികയാണ്. മരിയയെ ഫോളോ ചെയ്ത് ക്രാബ് ട്രീ എന്ന ക്യാരക്ടറും ബെഞ്ചമിനും വരുന്നുണ്ട്. ഈ ബെഞ്ചമിൻ എന്ന ക്യാരക്ടറിൻ്റെ അങ്കിളാണ് ക്രാബ് ട്രീ. മരിയയ്ക്ക് ഇവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല, ബെഞ്ചമിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് മരിയ ബെഞ്ചമിനെ അവോയ്ഡ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി പോകുന്നതായിട്ടാണ് പറയുന്നത്. ഈ ടൈമിൽ അവിടെ ജോസഫും വരുന്നുണ്ട്. സോ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ജോസഫ് സർഫസും ലേഡീസ് നേവൽ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലേഡീസ് നേവലും ജോസഫും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ഒരു വീട്ടിലേക്ക് മരിയ കടന്നു ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ജോസഫും ലേഡീസ് നേവലും ഒരു പ്ലാൻ ചെയ്താണ് സ്നേക്കിനെ കൊണ്ട് പീറ്റർ ടീസിലിന് ലെറ്റർ അയക്കുന്നത്. ജോസഫും ലേഡീസ് നേവലും ഇവരുടെ ഒരു പ്ലാനാണ് ലെറ്റർ അയക്കുന്നത്. ഈ ലെറ്റർ സ്നേക്കിനെ കൊണ്ടാണ് അയപ്പിക്കുന്നത്. ഓക്കെ, ആ ലെറ്റർ അയക്കാനൊരു കാര്യമുണ്ട്. ചാൾസും ആ ലെറ്ററിൽ പറയുന്നത് ഇതാണ്: ചാൾസും ലേഡി ടീസിലും തമ്മിൽ ബന്ധമുണ്ടെന്ന്. എന്തിനാന്ന് വെച്ചാൽ ചാൾസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ചാൾസും ലേഡി ടീസിലും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ലെറ്ററിൻ്റെ കോണ്ടന്റ് വരുന്നത്. ബിക്കോസ് മരിയയ്ക്ക് ചാൾസിനെയാണ് ഇഷ്ടം. ഈ ഒരു ഇഷ്ടം എങ്ങനെയെങ്കിലും കളയണം, അതിനു വേണ്ടിയാണ് ഇവർ ഈ ലെറ്റർ എഴുതുന്നത്. ബിക്കോസ് ജോസഫ് വാണ്ട് ടു ബ്രേക്ക് ദെയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാൾസ് ആൻഡ് മരിയ. ജോസഫിനും ചാൾസും മരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയും ബ്രേക്ക് ചെയ്യണം. ജോസഫിന് മാത്രമല്ല ലേഡീസ് നേവലിനും അതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് അവർ ഈ ലെറ്റർ എഴുതുന്നത്. ബിക്കോസ് ജോസഫ് ലവ്സ് മരിയ. ജോസഫിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജോസഫിന് മരിയനെ ഇഷ്ടമാണ്. ഇതുവഴി ലേഡീസ് നേവലിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ചാൾസിനെ മാരേജ് ചെയ്യാം. ലേഡീസ് നേവലിന് ചാൾസിനെ ഇഷ്ടമാണ്. സോ ലേഡീസ് നേവലിന് ചാൾസിനെ മാരേജ് ചെയ്യാം, ജോസഫിന് മരിയനെ മാരേജ് ചെയ്യാം. ചാൾസും മരിയയും തമ്മിലുള്ള ഇഷ്ടം ബ്രേക്ക് ചെയ്താൽ മരിയ ചാൾസ് മാരേജ് നടക്കത്തുമില്ല. ഇങ്ങനൊരു ലെറ്ററിൽ കോണ്ടന്റ് പീറ്റർ ടീസിലിന് എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, then so Joseph can marry Maria and this was their plan. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ലവ് ആ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം. ലേഡി സ്നിയർവെൽ
ലവ്സ് ചാൾസ്. ഓക്കെ, ലേഡി സ്നേവലിന് ചാൾസിനെ ഇഷ്ടമാണ്. ആൻഡ് മരിയയ്ക്ക് ചാൾസിനെ ഇഷ്ടമാണ്. മരിയ ലവ്സ് ചാൾസ്. ലേഡി സ്നേവൽ ലവ്സ് ചാൾസ്. മരിയ ലവ്സ് ചാൾസ്. ആൻഡ് ജോസഫ് സഫേഴ്സ്. ഓക്കെ, ജോസഫ് സഫേഴ്സ് ലവ്സ് മരിയ. ബട്ട് ലേഡി ടീൽസിന് ജോസഫ് സഫേഴ്സിനെയാണ് ഇഷ്ടം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലവ് പോകുന്നത്. ഓക്കെ, ലേഡി ടീസിലിന് ചാൾസിനെ ഇഷ്ടമാണ്. മരിയയ്ക്ക് ചാൾസിനെ ഇഷ്ടമാണ്. ജോസഫ് സഫേഴ്സിന് മരിയ ഇഷ്ടമാണ്. ആൻഡ് ലേഡി ടീസിലിന് ജോസഫ് സഫേഴ്സിനെയാണ് ഇഷ്ടം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ആക്ട് 1. ഈ ഒരു ആക്റ്റിൽ എല്ലാ ക്യാരക്ടറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ആക്റ്റാണ്. ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലേഡി സ്നേവലും സ്നേക്ക് എന്ന ക്യാരക്ടറും കൂടെ ഇന്ന് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് റീഡേഴ്സിന് എല്ലാ ക്യാരക്ടറിനെയും മനസ്സിലാകുന്നത്. ഓക്കെ, ആൻഡ് ലേഡി സ്നേവലും ജോസഫ് സഫേഴ്സും കൂടെ ചേർന്ന് പീറ്റർ ടീസലിന് ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്ററിലെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചാൾസും ലേഡി ടീസലും തമ്മിൽ ബന്ധമുണ്ടെന്നും പറഞ്ഞാണ് പീറ്റർ ടീസലിന് ലെറ്റർ അയക്കുന്നത്. അതുവഴി ജോസഫ് സഫേഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ചാൾസും മരിയും തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോസഫിന് മരിയെ മാരി ചെയ്യാം, ലേഡി സ്നേവലിന് ചാൾസിനെയും മാരി ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ആക്ട് 1 പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആക്ട് 1 സീൻ 2. ആക്ട് 1 സീൻ 2 തുടങ്ങുന്നത് ലേഡി ടീസലിനെയും പീറ്റർ ടീസലിനെയും പറ്റി പറഞ്ഞുകൊണ്ടാണ്. ലേഡി ടീസൽ ആൻഡ് പീറ്റർ ടീസൽ ഇവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ് നടക്കുന്നു. ദേ ആർ ന്യൂലി മാരിഡ് കപ്പിൾ. ഇവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ് നടക്കുകയാണ്. ആൻഡ് ലേഡി ടീസൽ സ്പെൻഡ്സ് ലോട്ട്സ് ഓഫ് മണി. ഭയങ്കര ലാവിഷായിട്ടുള്ള ലേഡിയാണ് ലേഡി ടീസൽ. ബട്ട് പീറ്റർ ടീസൽ ഇതിനെക്കുറിച്ചൊരു ആർഗ്യുമെൻറ്റ് ചെയ്യുകയാണ്. പീറ്റർ ടീസൽ സ്പീക്കിംഗ് അബൌട്ട് ഹിസ് വൈഫ് ടു റൗളി. റൗളി ഒരു സെർവൻ്റാണ് ഇവരുടെ. റൗളിയോട് പീറ്റർ ടീസൽ തൻ്റെ വൈഫായ ലേഡി ടീസലിനെ കുറിച്ച് പറയുകയാണ്. പീറ്റർ ടീസൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് വില്ലേജിൽ നിന്നും താൻ കല്യാണം കഴിച്ചതെന്ന്. അതായത് ലേഡി ടീസൽ ഒരു വില്ലേജ് ഗേളാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് പീറ്റർ ടീസൽ വില്ലേജിൽ നിന്ന് വിവാഹം കഴിച്ചത്. പക്ഷേ ദാറ്റ് ലേഡി ബിക്കം വെരി ലാവിഷ് നൗ. വളരെ ഒരു വളരെയധികം മണി സ്പെൻഡ് ചെയ്യുന്ന ഒരു ലേഡിയായിട്ട് മാറിയിരിക്കുന്നുവെന്ന് റൗളിയോട് പീറ്റർ ടീസൽ പറയുന്നു. അന്നേരം ഇതെല്ലാം കേട്ടിട്ട് റൗളി പറയുന്ന യുവർ ഫ്രണ്ട് ഒലിവർ തിരിച്ച് വരുന്നുണ്ട്. ആഫ്റ്റർ 16 ഇയേഴ്സിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് ഒലിവർ തിരിച്ച് നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞാണ് ആക്ട് 1 സീൻ 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ആക്ട് 2 സീൻ 1 ആണ് അടുത്തത്. ഇൻ ദിസ് ആക്ട് പീറ്റർ ടീസൽ ആൻഡ് ലേഡി ടീസൽ ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂസ്. ഇവരുടെ ആർഗ്യുമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ആക്ട് 2 സീൻ 1. ആർഗ്യുമെൻറ്റ് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടേയിരുന്നു. ലേഡി ടീസൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ലേഡി സ്നേവലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ലേഡി സ്നേവലാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണക്കാരി. മറ്റു ലെറ്ററൊക്കെ അയച്ചത് ലേഡി ടീസൽ സ്നേവലല്ലേ. സോ ഈ ലേഡി ടീസൽ ഈ ആർഗ്യുമെൻ്റൊക്കെ ഇങ്ങനെ കൂടി റേസ് ചെയ്ത് ലേഡി സ്നേവലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ ഒരു ആക്ട്. ആക്ട് 2 സീൻ 2 സംഭവിക്കുന്നത് ലേഡി സ്നേവലിൻ്റെ വീട്ടിലാണ്. അവിടെ ജോസഫും മരിയയുണ്ട്. ജോസഫ് മരിയനെ പ്രൊപ്പോസ് ചെയ്യുന്നുമുണ്ട്. ലേഡി ടീസൽ ഇത് ദൂരെ നിന്ന് കാണുന്നു. ആൻഡ് നമുക്കറിയാം ലേഡി ടീസലിന് ജോസഫ് സഫേഴ്സിനോടൊരു ഇഷ്ടമുണ്ട്. സോ ഇത് കണ്ട് ലേഡി ടീസൽ ആകെ കൺഫ്യൂസ്ഡായി. എന്നിട്ട് ലേഡി ടീസൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആൻഡ് മരിയ ജോസഫിൻ്റെ അടുത്ത് നിന്ന് പോകുന്നു ഈ ടൈമിൽ. കാരണം മരിയയ്ക്ക് ജോസഫിനെ ഇഷ്ടമല്ല, മരിയയ്ക്ക് ഇഷ്ടം ചാൾസിനെയാണ്.
സോ ചാൾസിനോടാണ് തനിക്ക് അഫെക്ഷൻ ഉള്ളതെന്ന് ജോസഫിനോട് മരിയ പറയുന്നുണ്ട്. ലേഡി ടീസിൽ അന്നേരം ജോസഫിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രപ്പോസ് ചെയ്തോ, മരിയ നിങ്ങൾ പ്രപ്പോസ് ചെയ്തേതോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ജോസഫ് സഫേഴ്സ് പറയുന്നു, അല്ല, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേതെന്ന് ജോസഫ് സഫേഴ്സ് ലേഡി ടീസിനോട് പറയുന്നു. കാരണം ജോസഫ് സഫേഴ്സിന് ലേഡി ടീസിനെ പിണക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ലേഡി ടീസിൽ പീറ്റർ ടീസിനോട് പറയണം താൻ നല്ലതാണെന്ന്, എന്നാലേ മരിയയും ജോസഫും തമ്മിലുള്ള വിവാഹത്തിന് ഒരു സപ്പോർട്ട് കിട്ടും. ലേഡി ടീസിൽ നല്ല ഫേവറബിളായിട്ട് പീറ്റർ ടീസിനോട് പറഞ്ഞാലേ ജോസഫും മരിയയും തമ്മിലുള്ള വിവാഹത്തിന് സപ്പോർട്ട് കിട്ടൂ. അതുകൊണ്ട് തന്നെ ജോസഫിന് ലേഡി ടീസിലിനെ പിണക്കാനും കഴിയില്ല. അതാണ് ഈ ഒരു ആക്ട് 2 സീൻ 2 സംഭവിക്കുന്നത്. ആക്ട് 2 സീൻ 3 ഒലിവർ സഫേഴ്സിൻ്റെ അറൈവലാണ് പറയുന്നത്. ഫ്രം ബംഗാൾ, കൊൽക്കട്ട. അവിടാണ്, ഇന്ത്യയിലായിരുന്നു ഒലിവർ സഫേഴ്സ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും ലണ്ടനിലേക്ക് 16 വർഷങ്ങൾക്ക് ശേഷം ഒലിവർ സഫേഴ്സ് പോവുകയാണ്. ഒലിവറിൻ്റെ ഫ്രണ്ടായ പീറ്റർ ടീസലിനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അന്നേരം ഒലിവർ സഫേഴ്സ് പീറ്റർ ടീസലിനോട് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഏജായി വരികയാണ്, അതിനാൽ എനിക്കൊരു പിൻഗാമിയെ കണ്ടുപിടിക്കണം. ജോസഫ് സഫേഴ്സ് ആണോ അതോ ചാൾസ് സഫേഴ്സ് ആണോ നല്ലത് എന്ന് ഒലിവർ സഫേഴ്സ് പീറ്റർ ടീസലിനോട് ചോദിക്കുകയാണ്. അങ്ങനെ പീറ്റർ ടീസൽ പറഞ്ഞു, സഫേഴ്സ് ബ്രദേഴ്സിൽ തനിക്കിഷ്ടം ജോസഫിനെയാണെന്ന്. ഇതിൻ്റെ കാരണം അറിയാമല്ലോ, സ്നേക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. അതായത് ലേഡി ടീസലും ചാൾസും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞൊരു ഗോസിപ്പ് ലെറ്റർ സ്നേക്ക് പീറ്റർ ടീസലിന് അയക്കുന്നുണ്ട്. സോ പീറ്റർ ചാൾസിനെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്, അറിയാമല്ലോ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലേഡീസ് ന്യൂബലും ജോസഫ് സഫേഴ്സും ആയിരുന്നു. ഓക്കെ, അന്നേരം പീറ്റർ ടീസൽ ഇപ്പോൾ പറയുന്നുണ്ട് ജോസഫ് സഫേഴ്സാണ് സഫേഴ്സ് ബ്രദേഴ്സിൽ നല്ലതെന്ന്. ആൻഡ് റൗളി ആരായിരുന്നു? ഒലിവർ സഫേഴ്സിൻ്റെ സെർവൻ്റാണ്. നമ്മുടെ മലയാളത്തിൽ കാര്യസ്ഥൻ എന്ന് പറയും. ഒലിവർ സഫേഴ്സിൻ്റെ സെർവൻ്റായ റൗളി പറയുന്നു ചാൾസ് സഫേഴ്സ് ആണ് നല്ലതെന്ന്. സോ ഒലിവർ സഫേഴ്സ് ഗോട്ട് കൺഫ്യൂസ്. ഒലിവർ ഇങ്ങനെ രണ്ടും പേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒലിവർ സഫേഴ്സിന് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒലിവർ സഫേഴ്സ് ഒരു പ്ലാൻ ഉണ്ടാക്കും. റൗളി പറയും ചാൾസിൻ്റെ കൂടെ മോസസ് എന്ന് പറയുന്ന ഒരു മണി ലെൻഡർ ഉണ്ട്, അദ്ദേഹത്തെ കണ്ടാലറിയാം എങ്ങനെയാണ് ചാൾസ് സഫേഴ്സിൻ്റെ ക്യാരക്ടർ എന്ന്. അത് മാത്രമല്ല എന്തൊക്കെ കടങ്ങളാണ് ഉള്ളതെന്നും അറിയാം. മോസസ് എന്ന് പറഞ്ഞാൽ മണി ലെൻഡറെ പോയി മീറ്റ് ചെയ്യാൻ പറയുന്നു ഒലിവർ സഫേഴ്സിനോട്. അങ്ങനെ ഒലിവർ സഫേഴ്സ് മോസസിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ ചെന്നാണ് ഒരു ഡിസ്ഗൈസ് ആവുന്നുണ്ട്. മോസസ് പറയും ഒലിവർ മണി ലെൻഡറായി അഭിനയിക്കാനെന്ന്. ഒരു മണി ലെൻഡറായിട്ട് അഭിനയിക്കാൻ പറയും. അങ്ങനെ ഒലിവർ സഫേഴ്സ് അവിടെ ഡിസ്ഗൈസ് ആവുന്ന ഒരു ക്യാരക്ടറാണ് മിസ്റ്റർ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ടു വിസിറ്റ് ചാൾസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ട് 2 സീൻ 3 പറയുന്നത്. ആക്ട് 3 സീൻ 1 ഒലിവർ മോസസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സീനാണിത്. അങ്ങനെ ഒലിവർ മോസസിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. മോസസ് ഒലിവറിനോട് പറയുന്നുണ്ട് താനാണ് ചാൾസിൻ്റെ മണി ലെൻഡർ. ചാൾസിന് ക്യാഷിൻ്റെ ആവശ്യം വരുമ്പോൾ താനാണ് നൽകുന്നത്. ചാൾസിന് ഒരുപാട് കടങ്ങളുമുണ്ട്. അങ്ങനെ മോസസ് ഇത്തവണ ചാൾസിനോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു മണി ലെറ്ററിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന്. അപ്പോൾ മോസസ് ഒലിവറിനോട് പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ ആ മണി ലെൻഡറായി അഭിനയിച്ചോളൂ, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ പ്രീമിയമായി എടുക്കാം. മിസ്റ്റർ പ്രീമിയം, നിങ്ങൾ മിസ്റ്റർ പ്രീമിയമായി ചാൾസിൻ്റെ അടുത്ത് ചെന്നോളൂ. അങ്ങനെ ചാൾസിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് സ്വയം അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്
മോസസ് പറയുന്നത്. അങ്ങനെ മോസസ് ഒലിവറിനെ മണി ലെൻഡറിൻ്റെ ആ ഒരു മാനേഴ്സുമൊക്കെ പഠിപ്പിച്ച് നൽകുന്നു. ഒലിവർ സർഫസ് ചാൾസ് സർഫസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന വേഷം, ഒരു ഡിസ്ഗൈസ് ചെയ്യാൻ പോകുന്ന വേഷം, ആ ഒരു ക്യാരക്ടറുടെ പേര് മിസ്റ്റർ പ്രീമിയം എന്നാണ്. ഓക്കെ, ഇത് ആക്ട് 3 സീൻ 1ൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ഈ ഇതും കൂടെ ഒന്ന് വായിച്ചോണം കേട്ടോ. ആക്ട് 3 സീൻ 1. ആക്ട് 3 സീൻ 2. മോസസ് ആൻഡ് മിസ്റ്റർ പ്രീമിയം മീറ്റ്സ് ചാൾസ്. മോസസ് മിസ്റ്റർ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒലിവർ സർഫസ് ഡിസ്ഗൈസ് ആയ വേഷം, മണി ലെൻഡറായിട്ട്. ഓക്കെ, മോസസ് ആൻഡ് മിസ്റ്റർ പ്രീമിയം മീറ്റ്സ് ചാൾസ്. ചാൾസിനെ കാണാൻ പോകുന്നു. ചാൾസിന് ഒലിവറിനെ മനസ്സിലാകുന്നില്ല, ബിക്കോസ് ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഒലിവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യയിൽ നിന്നും. ഓക്കെ, മിസ്റ്റർ പ്രീമിയം ആൻഡ് മോസസ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് മദ്യം കഴിക്കുന്ന ചാൾസിനെയാണ്. ഓക്കെ, ചാൾസിനോട് മിസ്റ്റർ പ്രീമിയം സംസാരിക്കുന്നുണ്ട്. ചാൾസ് മിസ്റ്റർ പ്രീമിയത്തോട് പറയുന്നു തനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. അന്നേരം ഒലിവർ സർഫസ് ചോദിക്കുന്നു എന്തിനാണ് ഇത്രയും ക്യാഷെന്ന്. തനിക്ക് ഒത്തിരി ക്യാഷും വെൽത്തി ആയിട്ടുള്ള ഒരു അങ്കിൾ ഉള്ളതല്ലേ, പിന്നെ എന്താണ് തനിക്ക് ക്യാഷിൻ്റെ ആവശ്യമെന്ന്. അന്നേരം ചാൾസ് പറയുന്നു എനിക്ക് എൻ്റെ അങ്കിളിൻ്റെ ക്യാഷൊന്നും കിട്ടുന്നില്ല, എൻ്റെ ഫാമിലി മെമ്പറായ സ്റ്റാൻലിയെ ഹെൽപ്പ് ചെയ്യണം, അദ്ദേഹത്തിന് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. സോ ഐ വാണ്ട് ടു ഹെൽപ്പ് ഹിം. മിസ്റ്റർ പ്രീമിയത്തിന് ഇതൊക്കെ കേട്ടപ്പോൾ മിസ്റ്റർ പ്രീമിയത്തിന് തോന്നി ചാൾസ് ഒരു കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണെന്ന്. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാഷ് ചോദിക്കുന്നതെന്ന് ഒലിവർ സർഫസിന് മനസ്സിലായി, അതായത് മിസ്റ്റർ പ്രീമിയം. ഓക്കെ, അങ്ങനെ കെയർലെസ് എന്ന് പറയുന്ന ചാൾസിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. കെയർലെസ് എന്ന് പറയുന്ന ചാൾസിൻ്റെ ഫ്രണ്ട് ചാൾസിനോട് പറയുന്നു ചാൾസിൻ്റെ വീട്ടിൽ ഒലിവർ സർഫസ് അടക്കമുള്ള കുറേ മുൻഗാമികളുടെ ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, അന്നേരം കെയർലെസ് ചാൾസിനോട് പറയുന്നു ആ ഫോട്ടോസൊക്കെ വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ച് സ്റ്റാൻലിയെ സഹായിച്ചുകൂടെയെന്ന്. അതായത് കെയർലെസ് ചാൾസിനോട് പറയുന്നു അവരുടെ വീട്ടിൽ ഈ ഒലിവർ സർഫസ് അടക്കമുള്ള കുറേ മുൻഗാമികളുടെ ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ച് സ്റ്റാൻലിയെ സഹായിച്ചുകൂടെയെന്ന്. ചാൾസിന് ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. സോ ചാൾസ് മിസ്റ്റർ പ്രീമിയം, അതായത് ഒലിവർ സർഫസിനോട് തന്നെ ആ ഫോട്ടോസ്, അതായത് ഒലിവർ സർഫസിന് തന്നെ ആ ഫോട്ടോസ് വിൽക്കാൻ ഒരുങ്ങുന്നു. ഓക്കെ, ചാൾസ് ഒലിവർ സർഫസിന് തന്നെ ആ ഫോട്ടോസ് വിൽക്കാൻ ഒരുങ്ങുന്നു. ഇത് മിസ്റ്റർ പ്രീമിയം, അതായത് ഒലിവർ സർഫസിന് ഒരു ഷോക്കായിരുന്നു. തന്നോട് ചോദിക്കാതെ തൻ്റെ സ്വത്ത് വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന് ഒലിവർ സർഫസ് മനസ്സിൽ ചിന്തിക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ആക്റ്റിൽ ഉള്ള ഉള്ളടക്കം. ഓക്കെ, ഞാനിപ്പം പറയുന്നത് ആക്ട് 3 സീൻ 2 ആൻഡ് സീൻ 3യുടെ കൂടെ ഒരു സമ്മറി ആയിരുന്നു കേട്ടോ. സോ റീഡ് ദിസ് വൺ ഓൾസോ. ഓക്കെ, ആക്ട് 4 സീൻ 1. ഈ ഒരു സീനിലാണ്, ആക്ട് 4 സീൻ 1ലാണ് ദ ഓപ്ഷൻ സീൻ നടക്കുന്നത്, അതായത് ലേലം. അതായത് ചാൾസിൻ്റെ ഫാമിലിയിലെ മുൻഗാമികളുടെ ഫോട്ടോസ് വിൽക്കാൻ ചാൾസ് റെഡിയാകുന്നു. ചാൾസ് അങ്ങനെ മിസ്റ്റർ പ്രീമിയത്തെ വന്ന് കാണുന്നുണ്ട്. ചാൾസ് പറഞ്ഞ ക്യാഷിന് തന്നെ പോർട്രേറ്റ്സ് വാങ്ങാൻ മിസ്റ്റർ പ്രീമിയം, അതായത് ഒലിവർ സർഫസ് റെഡിയാകുന്നു. ഒരു പോർട്രേറ്റ് വെച്ച് ബാക്കി എല്ലാം കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു പോർട്രേറ്റ് കൊടുക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ അങ്കിളിൻ്റെ, അതായത് അതിൻ്റെ അങ്കിളായ ഒലിവർ സർഫസിൻ്റെ പോർട്രേറ്റ് ആണ്, അത് മാത്രം ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന് ചാൾസ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മിസ്റ്റർ
പ്രീമിയം വളരെ ഹാപ്പി ആകുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഒലിവർ സഫേഴ്സിൻ്റെ പോർട്രേറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 400 പൗണ്ട്സ് ഞാൻ തരാമെന്ന്. ഓക്കെ, മിസ്റ്റർ പ്രീമിയമായിട്ട് വരുന്ന ഒലിവർ സഫേഴ്സ് പറയുന്നു, നിങ്ങൾ ഒലിവർ സഫേഴ്സിൻ്റെ പോർട്രേറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 400 പൗണ്ട്സ് തരാമെന്ന്. ഈ ഒരു നോട്ട് ചെയ്തോണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 400 പൗണ്ട്സ് ആ എമൗണ്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇത് കേൾക്കുമ്പോൾ ചാൾസ് പറയുന്നു, ഇല്ല, നിങ്ങൾ എത്ര തന്നാലും ഞാൻ ഈ ഒരു പോർട്രേറ്റ് വിൽക്കാൻ റെഡിയല്ലെന്ന്. ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ സീനിൽ സംഭവിക്കുന്നത്. ആക്ട് 4 സീൻ 2ൽ ഒലിവർ സഫേഴ്സ് സ്റ്റാൻലിയുടെ രൂപം ധരിച്ചാണ് ജോസഫിൻ്റെ അടുത്ത് പോകുന്നത്. ഒലിവർ സഫേഴ്സ് ഡിസ്ഗൈസ്ഡ് ആസ് മിസ്റ്റർ സ്റ്റാൻലി. മിസ്റ്റർ സ്റ്റാൻലി ആരായിരുന്നു? ഫാമിലി മെമ്പർ ഹു നീഡ്സ് മണി. ഈ ചാൾസ് സർഫസിൻ്റെയും ജോസഫ് സർഫസിൻ്റെയൊക്കെ ഫാമിലി മെമ്പറാണ് മിസ്റ്റർ സ്റ്റാൻലി. അദ്ദേഹത്തിന് ഇപ്പം ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം ഈ സ്റ്റാൻലി എന്നും പറഞ്ഞ് ഡിസ്ഗൈസ് ആയിട്ടാണ് ഒലിവർ സർഫസ് ജോസഫ് സർഫസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ചാൾസ് സർഫസിൻ്റെ അടുത്ത് ഒലിവർ സർഫസ് പോകുന്ന മിസ്റ്റർ പ്രീമിയമായിട്ട്, ജോസഫ് സർഫസിൻ്റെ അടുത്ത് പോകുന്നത് മിസ്റ്റർ സ്റ്റാൻലി, ഇവരുടെ തന്നെ ഫാമിലി മെമ്പറാണ്. അദ്ദേഹത്തിന് മണിയുടെ ആവശ്യമുണ്ട്, ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എങ്ങനെ ജോസഫിൻ്റെ അടുത്ത് പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ചാൾസ് പറഞ്ഞ് മിസ്റ്റർ സ്റ്റാൻലിയുടെ രൂപത്തിൽ ഒലിവർ സർഫസ് പോകാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, ജോസഫ് സർഫസിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിക്കുന്നത്. അതാണ് ഈ സീൻ 2ൽ നടക്കുന്നത്. ആൻഡ് ആക്ട് 4 സീൻ 3ലാണ് ഇനി സ്ക്രീൻ സീൻ എന്ന് പറഞ്ഞ സീനൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിനി അത് നോക്കാം. ആക്ട് 4 സീൻ 3. സീൻ 3 ഈസ് ഓൾസോ നോൺ ആസ് സ്ക്രീൻ സീൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. സീൻ 3 അത് സ്ക്രീൻ സീൻ എന്നും അറിയപ്പെടും. ഓക്കെ, നോട്ട് ഇറ്റ്. ആക്ട് 4 സീൻ 3 ഈസ് ഓൾസോ നോൺ ആസ് സ്ക്രീൻ സീൻ. നമുക്കറിയാം, ലേഡി ടീസിലും പീറ്റർ ടീസിലും തമ്മിൽ ആർഗ്യുമെൻ്റ് നടന്നല്ലേ. ആ ആർഗ്യുമെൻറ്റിന് ശേഷം ലേഡി ടീസിൽ ജോസഫിനെ കാണാൻ വേണ്ടി ജോസഫിൻ്റെ പ്ലേസിലോട്ട് പോകുന്നു. ലേഡി ടീസിലും ജോസഫും അവിടെ സംസാരം നടക്കുന്നു. ആ സമയത്ത് പീറ്റർ ടീസിലും അവിടെ എത്തിച്ചേരുന്നു. ഓക്കെ, എന്നാലും ജോസഫ് ലേഡി ടീസിനോട് പറയുന്ന അവിടുത്തെ ഒരു സ്ക്രീനിൻ്റെ ബിഹൈൻഡിൽ ഒളിച്ചിരിക്കാൻ. അങ്ങനെ ലേഡി ടീസിൽ ഹൈഡ്സ് ബിഹൈൻഡ് ദ സ്ക്രീനിൻ്റെ പിറകിൽ ലേഡി ടീസിൽ ഒളിച്ചിരിക്കുന്നു. പീറ്റർ ടീസിലും ജോസഫ് സർഫസും കൂടെ സംസാരിക്കുന്നതെല്ലാം ലേഡി ടീസിൽ കേൾക്കുന്നുണ്ട്. ഈ ടൈമിൽ ജോസഫ് സംസാരിച്ചതും ലേഡി ടീസിൽ കേൾക്കുന്നു. ജോസഫ് പറയാണ്, ഞാൻ എൻ്റെ സഹോദരനെ ഉപദേശിക്കാം. അതായത് ജോസഫ് സർഫസിൻ്റെ സഹോദരനായ ചാൾസ് സർഫസിനെ ഉപദേശിക്കാമെന്ന്. നിങ്ങൾക്ക് റീസൺ അറിയാമല്ലോ. നമ്മുടെ സീൻ 1ൽ ഒരു ലെറ്റർ സ്നേക്കിൻ്റെ കയ്യിൽ ലേഡി സ്നിയർവെല്ലും ജോസഫ് സർഫസും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. അതിൻ്റെ കോണ്ടൻറ്റ് അറിയാമല്ലോ. ചാൾസ് സർഫസും ലേഡി ടീസിലും തമ്മിൽ അഫെയറിലാണെന്നും പറഞ്ഞാണ് പീറ്റർ ടീസിന് ഒരു ലെറ്റർ കൊടുക്കുന്നത്. എന്നാൽ ഇതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ജോസഫ് പറയുന്നു പീറ്റർ ടീസിനോട് തൻ്റെ സഹോദരനെ ഞാൻ ഉപദേശിച്ചു കൊള്ളാമെന്ന്. ആൻഡ് അത് മാത്രമല്ല, ജോസഫ് സർഫസ് പറയുന്നത് നിങ്ങളുടെ വാർഡായ മരിയയെ ഇഷ്ടവുമാണെന്ന് പറയുന്നുണ്ട്. അതായത് ജോസഫ് സർഫസിന് മരിയ ഇഷ്ടമാണെന്ന് പീറ്റർ ടീസിനോട് പറയുന്നു. ഇതും ലേഡി ടീസിൽ സ്ക്രീനിൻ്റെ ബിഹൈൻഡിരുന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട ലേഡി ടീസിൽ ആകെ ഷോക്കായി. ലേഡി ടീസിലിന് ആകെ ദേഷ്യവും കുറ്റബോധവുമായി. ഓക്കെ, അതായത് തൻ്റെ ഹസ്ബൻഡിനോട് തെറ്റ് ചെയ്തെന്ന് ലേഡി ടീസിലിന് തോന്നി. ഈ ടൈമിൽ ചാൾസും അവിടെ വരുന്നു. ചാൾസ് സർഫസ് ജോസഫ് സർഫസിൻ്റെ ബ്രദറായ ചാൾസ് സർഫസും അവിടെ എത്തിച്ചേരുന്നുണ്ട്. പീറ്റർ ടീസിൽ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ടൈമിൽ ലേഡി ടീസിൽ ഒളിച്ചിരുന്ന സ്ക്രീനിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പീറ്റർ ടീസിൽ പോയത്. ആ ടൈമിൽ ജോസഫ് സർഫസ്
പീറ്റർ ടീസിനോട് പറയുകയാണ് അവിടെ ഒരു ഫ്രഞ്ച് മില്ലേനിയർ ലേഡി ഉണ്ട്. സോ അതുകൊണ്ട് പീറ്റർ ടീസിൽ ഹൈഡ്സ് ബിഹൈൻഡ് ദ ക്ലോസറ്റ്, ഒരു അലമാരുടെ പിറകിൽ ഒളിച്ചിരിക്കുന്നു പീറ്റർ ടീസിൽ. ഈ ടൈമിൽ ചാൾസ് സർഫസും വന്നു. അങ്ങനെ ചാൾസ് സർഫസും ജോസഫ് സർഫസും കൂടെ സംസാരമായി. ഇവർ സംസാരിക്കുന്നതിനിടയിൽ ലേഡി ടീസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ചാൾസ്. അന്നേരം ജോസഫ് പറയുന്നുണ്ട് ലേഡി ടീസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യം. അങ്ങനെ ജോസഫ് പറയും ലേഡി ടീസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട, ബിക്കോസ് ജോസഫിനൊരു പേടിയുണ്ട്. ജോസഫ് ലേഡി ടീസിൽ കണക്ഷൻ ചാൾസ് പറയുമോയെന്ന്. അങ്ങനെ ജോസഫ് പറഞ്ഞു അവരെക്കുറിച്ച് പറയണ്ട, അവരുടെ ഹസ്ബൻഡ് ഇവിടെ അലമാരയിൽ ഒളിച്ചിരിപ്പുണ്ട്, അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന്, അതായത് പീറ്റർ ടീസിൽ കേൾക്കുന്നുണ്ടെന്ന്. ചാൾസിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. കാര്യം എന്തിനാണ് പീറ്റർ ടീസിൽ ഒളിച്ചിരിക്കുന്നതിന്. ഓക്കെ, അങ്ങനെ പീറ്റർ ടീസിൽ പുറത്തു വന്നു. ചാൾസ് അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച്. അങ്ങനെ പീറ്റർ ടീസിനെ ഇത്രയും നാൾ താൻ വിശ്വസിച്ചത് തെറ്റാണെന്ന് പകുതി മനസ്സിലാവും. അതായത് ചാൾസും ലേഡി ടീസിലും ഉള്ള ഇൻഫർമേഷൻ റോങ് ആണെന്ന് പീറ്റർ ടീസിന് മനസ്സിലാവും. അങ്ങനെ ഈ സമയം ചാൾസ് ചോദിക്കും സ്ക്രീനിൻ്റെ ബാക്കിൽ കാണുന്ന ആ ലെഗ്സ്, കാലുകൾ ആരുടേതാണെന്ന്. പീറ്റർ ടീസിൽ പറയും അവിടെ ഒരു ഫ്രഞ്ച് മില്ലേനിയർ ലേഡി ഒളിച്ചിരിക്കുന്നെന്ന് പറയില്ല, ഉണ്ടെന്ന് പറയും. ചാൾസ് പറയും അവരോട് പുറത്തു വരാൻ. വൈ ആർ ദേ ഹൈഡിങ്, അവരെന്തിനാണ് ഹൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും ചാൾസ്. എന്നിട്ട് സ്ക്രീൻ മാറ്റുമ്പം കാണുന്നത് ലേഡി ടീസിനെയാണ്. ലേഡി ടീസിൽ ആകെ ഷോക്ക്ഡാവും, തൻ്റെ വൈഫാണല്ലോ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ടൈമിൽ ജോസഫ് പറയും ലേഡി ടീസിലും ചാൾസുമായിട്ടുള്ള റൂമറിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്ന്. ലേഡി ടീസിൽ അതിനു വേണ്ടിയാണ് തൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ജോസഫ് പറയും. അറ്റ് ദാറ്റ് ടൈം ലേഡി ടീസിൽ പറയും സത്യത്തിൽ എനിക്ക് ജോസഫിനോടൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വന്നതാണ്, അല്ലാതെ ചാൾസും ഞാനുമായിട്ടുള്ള ആ റൂമറിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതല്ലെന്ന് ലേഡി ടീസിൽ പറയും. അങ്ങനെ പീറ്റർ ടീസിലിന് ആദ്യം ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ പീറ്റർ ടീസിന് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നീട് തൻ്റെ വൈഫ് തന്നോട് സത്യം പറഞ്ഞല്ലോ എന്ന് കരുതി സമാധാനിച്ചു പീറ്റർ ടീസിൽ. ദെൻ ലേഡി ടീസിൽ ആൻഡ് പീറ്റർ ടീസിൽ വെൻ ടു ദെയർ ഹോം. അങ്ങനെ ലേഡി ടീസിലും പീറ്റർ ടീസിലും കൂടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതാണ് ഈ ആക്റ്റിൽ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആക്ട് 4 സീൻ 3. ഈ ആക്ട് 4 സീൻ 3 അറിയപ്പെടുന്നത് സ്ക്രീൻ സീൻ എന്നാണ്. ഓക്കെ, ആക്ട് 5 സീൻ 1. ഈ സീനിലാണ് ഒലിവർ സർഫസ് സ്റ്റാൻലിയുടെ വേഷത്തിൽ ജോസഫിനെ കാണാൻ വരുന്നത്. ജോസഫ് സ്റ്റാൻലിയോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. ജോസഫ് പറയുന്ന അങ്കിൾ, അതായത് ഒലിവർ സർഫസ് വളരെ ക്രൂക്കഡാണ്, ക്യാഷ് ഒന്നും തരാറില്ലെന്ന്. സോ ഐ കാൺ ഹെൽപ്പ് യു നൗ, എനിക്ക് നിങ്ങളെ ക്യാഷ് എന്ന് ഇപ്പോൾ സഹായിക്കാൻ പറ്റൂലെന്ന് ജോസഫ് സർഫസ് മിസ്റ്റർ സ്റ്റാൻലിയോട് പറയുന്നു. അതായത് ഡിസ്ഗൈസ്ഡായിട്ട് വന്നെയാണ്. ഒലിവർ സർഫസ് മിസ്റ്റർ സ്റ്റാൻലിയുടെ രൂപം ആയിട്ട് വന്ന് ജോസഫ് സർഫസിനെ കാണുന്ന സീനാണ്. ഓക്കെ, അങ്ങനെ ഈ ടൈമിൽ അവരുടെ സെർവൻ്റായ റൗളി, അതായത് കാര്യസ്ഥൻ എന്ന് പറയാം, റൗളി ജോസഫിനോട് പറയുന്നു നിങ്ങളുടെ അങ്കിള് ഒലിവർ സർഫസ് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്, അതായത് ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടപാടെ റൗളിയോട് ജോസഫ് പറയുന്നു സ്റ്റാൻലി എങ്ങി വിളിക്കാൻ. ആക്ച്വലി സ്നേഹം കൊണ്ടൊന്നുമല്ല, അങ്കിൾ ഒലിവർ സർഫസ് വരുമ്പം പറയണമല്ലോ താനിങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവരും സഹായിക്കാൻ മനസ്സുള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സ്റ്റാൻലി പോയെന്ന് റൗളി പറയുന്നു. അതാണ് ഈ ആക്ട് 5 സീൻ 1 സീനിൽ നടക്കുന്നത്. ആക്ട് 5 സീൻ 2.
ആക്ട് 5 സീൻ 2 നടക്കുന്നത് ലേഡി ടീച്ചറിൻ്റെയും പീറ്റർ ടീച്ചറിൻ്റെയും ഹോമിലാണ്. അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവായി. പക്ഷേ അവരുടെ റിലേഷൻഷിപ്പ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇസ് നോട്ട് ഗുഡ്, അത്ര നല്ലതല്ലായിരുന്നു. കാര്യം ലേഡി ടീച്ചർ ജോസഫ് സർഫസ് റിലേഷൻ ഉണ്ടായിരുന്നുവെന്നും ചാൾസ് സർഫസ് നല്ലവനാണെന്നും ഒക്കെ പീറ്റർ ടീച്ചർ മനസ്സിലാക്കി. അങ്ങനെ ഒലിവർ സർഫസ് സ്നേക്ക് എന്ന ക്യാരക്ടറില്ലേ, സ്നേക്ക് വഴി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതായത് ലേഡി സ്നിയോബൽ ജോസഫ് സർഫസും കൂടെ ലെറ്റർ എഴുതി സ്നേക്ക് വഴി പീറ്റർ ടീച്ചറിന് കൊടുത്ത കാര്യങ്ങളെല്ലാം ഒലിവർ സർഫസ് മനസ്സിലാക്കി. അങ്ങനെ എല്ലാ സത്യങ്ങളും ഒലിവർ സർഫസ് അറിഞ്ഞു. അങ്ങനെ പീറ്റർ ടീച്ചറിനെയും ലേഡി ടീച്ചറിനെയും തമ്മിൽ ഒന്നിപ്പിച്ചു. പിന്നെ കാണിക്കുന്നത് ജോസഫിൻ്റെ ഹൗസാണ്, ജോസഫ് സർഫസിൻ്റെ. അവിടെ ലേഡി സ്നിയോബൽ ജോസഫിനെ കാണാൻ ചെല്ലുന്നു. ബിക്കോസ് അവരുടെ പ്ലാൻ എല്ലാം ഫെയിലായി. എല്ലാ സത്യങ്ങളും ഒലിവർ അറിഞ്ഞെന്നും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒലിവർ സർഫസ് അറൈവ്സ് എന്ന് ജോസഫ് സെർവൻ്റ് വഴി വന്ന് പറയുന്നു. ഒലിവർ സർഫസ് വരുന്നുണ്ടെന്ന് ജോസഫിൻ്റെ സെർവൻ്റ് വന്ന് പറയുന്നു. സോ ലേഡി സ്നേവലിൽ പോയി ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. ചാൾസ്, സ്നേക്ക് എല്ലാ ക്യാരക്ടേഴ്സും അവിടെ എൻ്റർ ചെയ്യുന്നു. ചാൾസിന് ഒലിവറിനെ കണ്ടപ്പോൾ മനസ്സിലായി മിസ്റ്റർ പ്രീമിയം ആണെന്ന് മനസ്സിലായി. ജോസഫ് പറയുന്നു അല്ല, ദിസ് ഈസ് മിസ്റ്റർ സ്റ്റാൻലി എന്ന്. സോ ഒലിവർ സർഫസ് ഒറിജിനൽ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നു. ഐ ഡിസ്കസ്ഡ് ആസ് മിസ്റ്റർ പ്രീമിയം ആൻഡ് മിസ്റ്റർ സ്റ്റാൻലി ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറയുന്നു. നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡിസ്കൈസ്ഡ് ആയിട്ട് വന്നതാണ് മിസ്റ്റർ സ്റ്റാൻലിയും മിസ്റ്റർ പ്രീമിയമായിട്ട്. അങ്ങനെ സ്നേക്ക് റിവീൽസ് ഓൾ ദ ട്രൂത്ത്. സ്നേക്ക് എന്ന ക്യാരക്ടർ സത്യങ്ങളെല്ലാം അവിടെ റിവീൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആക്ട് 5 സീൻ 2. ആക്ട് 5 സീൻ 3. ഈ സീനിലാണ് ഒലിവർ സർഫസ് റിവീൽ ചെയ്യുന്നത് തൻ്റെ പിൻഗാമിയായിട്ട് ചാൾസ് സർഫസിനെ തിരഞ്ഞെടുക്കുന്നുവെന്ന്. ചാൾസും കുറച്ച് ക്രൂക്കൺ മൈൻഡ് ആണെന്ന് ഒലിവർ സർഫസ് പറയുന്നുണ്ട്. എന്നാലും ചാൾസിൻ്റെ ഉള്ളിൽ കുറച്ച് നന്മയുണ്ടെന്ന്. ചാൾസിനെ പിൻഗാമിയെ സെലക്ട് ചെയ്തെന്ന് ഒലിവർ സർഫസ് ഈ ഒരു സീനിലാണ് പറയുന്നത്, ആക്ട് 5 സീൻ 3. ഓക്കെ, ദെൻ എപ്പിലോഗ് ഉണ്ട് ഇതിന്. എപ്പിലോഗ് ലേഡി ടീസിലാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. ആൻഡ് ഹൗ ദ സൊസൈറ്റി വാണ്ട്സ് ടു ബി, അതാണ് എപ്പിലോഗിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് എപ്പിലോഗ് റിട്ടേൺ ചെയ്തേക്കുന്ന ജോർജ് കോൾമാൻ ദ എൽഡർ ആണ്. ആൻഡ് ഈസ് ടു ബി സ്പോക്കൺ ബൈ ലേഡി ടീസിൽ. It portrays her as somewhat regretful of leaving London society for country domesticity and includes an elaborate parody of a famous speech in Shakespeare's Othello. ഓക്കെ, നിങ്ങൾ ഇത്രയും നോട്ട് ചെയ്താൽ മതി. എപ്പിലോഗ് റിട്ടേൺ ചെയ്തേക്കുന്നത് ജോർജ് കോൾമാൻ ദ എൽഡർ ആണ്. ആൻഡ് ഇറ്റ്സ് സ്പോക്കൺ ബൈ ലേഡി ടീസിൽ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ഡ്രാമ. താങ്ക് യു. നിങ്ങൾ കഴിവതും ഒറിജിനൽ ടെസ്റ്റ് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.